നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടുന്ന ബസ്സിന് മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു കുട്ടി. ബസ് ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ കാരണം വൻ അപകടം അവിടെ ഒഴിവായി. വലിയ പറമ്പിനും ചെറുമുറ്റത്തിനും ഇടയിൽ കിണറുപടിയിലാണ് ഈ സംഭവം. ബസ്സിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് ഒരു പരിക്കും ഏൽക്കാതെ രക്ഷപ്പെട്ടത്. നമുക്കറിയാം, സാധാരണ പ്രൈവറ്റ് ബസ്സുകളൊക്കെ റോഡിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ബസ്സുകളാണ്. എന്തായാലും ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്കൊപ്പം CP അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയായിട്ടല്ല എങ്കിൽ AI ആണോ എന്നൊക്കെ സംശയിച്ചു പോയേനെ. എന്തായാലും എന്താണ് സംഭവിച്ചത്? എങ്ങനെ ഈ കുട്ടി ഈ ഇത്രയും വലിയ ഒന്ന് ബസ്സൊക്കെ ഓടുന്ന റോഡിന്റെ നടുവിലേക്ക് എത്തി? എന്താണ് സംഭവിച്ചത്? അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ 8:35 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 8:35 വലിയ പറമ്പിനും ചെറുമുറ്റത്തിനും ഇടയിൽ ഓടുന്ന സഫ മർവ ബസ്സിലെ CCTV ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് ഈ റോഡിന് അടുത്ത് തന്നെയാണ് ഈ കുട്ടിയുടെ വീട്. ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുമ്പോൾ വീട്ടുകാരൊക്കെ മുറ്റത്തുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അവരുടെ ശ്രദ്ധ മാറിയ വളരെ ചെറിയ സമയം കൊണ്ട് ഈ കുട്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് വരികയായിരുന്നു എന്നാണ് അറിയുന്നത്. ഈ കുട്ടിയെ കണ്ട ഉടനെ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തുകയും തുടർന്ന് കണ്ടക്ടർ നവാസ് കുട്ടിയെ കയ്യിലെടുത്ത് വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ റോഡിൽ തന്നെ മറ്റു വാഹനങ്ങൾ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്നാണെങ്കിലും വലിയൊരു ദുരന്തമാണ് ഡ്രൈവറുടെ ശ്രദ്ധ കാരണം വഴി മാറിയത്. വീട്ടുകാർ പറയുന്നത് ഗേറ്റ് തുറന്നു കിടന്നപ്പോൾ പെട്ടെന്ന് കുട്ടി പോയതാണ് എന്ന തരത്തിലാണ്. വീട്ടുകാരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അവർ അത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറുമായിട്ടില്ല. കാരണം അത് മറ്റു പല വിവാദങ്ങൾക്കും വഴിയൊരുക്കും എന്നതിനാലായിരിക്കാം. എന്നാണെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധയെ തന്നെയാണ് ഇവിടെ അഭിനന്ദിക്കേണ്ടത്. കാരണം വളരെ ചെറിയ കുട്ടിയാണ്. ഒരു വളവിലാണ് ഈ കുട്ടിയെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് വലിയൊരു അപകടത്തിലേക്ക് വഴിമാറിപ്പോയേനെ. എന്താണെങ്കിലും കുട്ടി സുരക്ഷിതയായി വീട്ടുകാരുടെ കൈവശമുണ്ട്. ഡ്രൈവർ രാമചന്ദ്രനും കണ്ടക്ടർ നവാസും അവരുടെ ജാഗ്രതയാണ് ഇത് വലിയ അപകടത്തിൽ എത്താതെ ഈ ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ആരെയും അമ്പരപ്പിക്കുന്ന നടുക്കുന്ന ഒരു CCTV ദൃശ്യമാണ് ഇതിലെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഭയങ്കര നടുക്കം ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ആ കുട്ടി അനുമോദ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കുട്ടി അവിടെ ഇരിക്കുകയാണ്, ഇഴഞ്ഞു വരുന്ന വഴിയല്ല, കുട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം അവരുടെ കണ്ണിൽപ്പെടാതെ കുഞ്ഞ് വരുന്നു. മാത്രവുമല്ല 8:30 മണി എന്ന് അനുമോദ് സൂചിപ്പിക്കുന്നു. സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വലിയ രീതിയിൽ റോഡിൽ റഷ് ഉണ്ടാവേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. ഓഫീസ് ടൈമാണ്. സ്കൂളുകളിലേക്കൊക്കെ പോകാനൊക്കെയുള്ള ആളുകളും വാഹനവും തിരക്കും ഒക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറയാം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതുവാൻ. ഒരുപക്ഷെ മറ്റേതെങ്കിലും വാഹനം, ടിപ്പർ ലോറിയോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ വേഗത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു ബൈക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ വളരെ വേഗത്തിൽ വരുമ്പോൾ കുട്ടിയെ കണ്ട് ചിലപ്പോൾ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയന്ത്രണം വിട്ട് പോയിരുന്നെങ്കിൽ അത് നമുക്കൊക്കെ വലിയ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും തീർക്കുക. കാരണം ചെറിയ കുട്ടിയാണ്, മുട്ടിലെഴിയുന്ന പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നടുങ്ങി പോകും. കാരണം ചെറിയ കുട്ടി വലിയൊരു അപകടത്തിന്റെ തൊട്ടടുത്തു നിന്നാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. ഡ്രൈവറുടെ ഒരു മനസാന്നിധ്യം തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ പോകുന്ന വാഹനത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കൃത്യമായിട്ട് ആ ബസ് നിർത്തി കുട്ടിയെ സുരക്ഷിതയാക്കി അല്ലെങ്കിൽ സുരക്ഷിതനാക്കി വീട്ടുകാരെ ഏൽപ്പിച്ചു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സത്യത്തിൽ ആശ്വാസമാണ് കുട്ടിയെ കണ്ടക്ടർ എടുത്തുകൊണ്ടുപോകുന്ന ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് തോന്നുക. എന്താണെങ്കിലും വീട്ടുകാരൊക്കെ ഈ റോഡ് സൈഡിൽ വീടുകളുള്ളവരൊക്കെ കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. ഗേറ്റ് അടഞ്ഞു കിടക്കണം. ഗേറ്റ് തുറന്ന് ചെറിയ കുട്ടികൾ എവിടേക്ക് പോകും എങ്ങനെ പോകുമെന്നും പറയാനാകില്ല.
അപ്പോൾ വീട്ടുകാരെ കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും എന്ത് സംഭവിച്ചു അവിടെ എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജഡ്ജ്മെന്റിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളുള്ളവർ അല്പം കൂടി ശ്രദ്ധയും ജാഗ്രതയും പുലർത്താനുള്ള ഒരു അനുഭവമായി ഈ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വലിയൊരു അപകടം വഴിമാറിയിരിക്കുന്നു. ആ കുഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ പോലും ഉണ്ടായിട്ടുള്ള വീഴ്ച വളരെ വലുതാണ്. ആ കുഞ്ഞ് ആ റോഡിൻ്റെ സമീപം എത്തിയിരിക്കുന്നു. ആ വാഹനം ഓടിച്ച ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.